ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു പേരയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ വീട്ടിൽ നാടൻ പേരയ്ക്ക വെച്ചാൽ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പേരയ്ക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാം ഇതേപോലെ വലിയ പേരയ്ക്ക വെച്ച് ചെയ്യുന്നത്, മറ്റേ അരിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ അങ്ങനെ ഇല്ല അല്ലേ? ഇത് നല്ല മണം, ഇത് നല്ല വലിയ പേരയ്ക്കാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പഴുത്ത ആ ഒരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ചുമന്ന കളറുള്ള പേരയ്ക്കാണ്. ഭയങ്കര ചുവപ്പൊന്നുമില്ല, ചെറിയൊരു പറയണോ അത് കുറച്ച് അങ്ങനെ ഇല്ല, ഒരുപാടായിട്ട് അരി കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള പേരയ്ക്കാണ്. നമ്മളിതിനെ ഇപ്പം ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ പോകും. പേരയ്ക്ക മസാലയാണ്, പേരയ്ക്ക മസാലയാക്കും. എല്ലാ തവണയും ഇടുമ്പോഴത്തേക്കും ഭയങ്കര നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ അരി കൂടുതലുള്ള പേരയ്ക്ക നമുക്ക് കിട്ടുന്നത് വീട്ടിലേ അല്ലേ. ഇപ്രാവശ്യം നമ്മൾ ഇത്തിരി നല്ലൊരു പേരയ്ക്കൊക്കെ വാങ്ങി ഫുള്ള് പേരയ്ക്ക നമ്മൾ ഇപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് മുളക് പൊടി എടുക്കാം. മുളക് പൊടി കുറച്ചും കൂടെ ഇടാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വലിയ പാത്രം എടുക്കാമായിരുന്നു. ഇത് ഉപ്പും മുളക് പൊടിയും കൂടെ നന്നായിട്ട് പിടിച്ച് വരണം. നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് കിടക്കുന്ന പേരയ്ക്ക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. അങ്ങനെയുണ്ട്, നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ, ബൈ.